ഹലോ മച്ചാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയിലേക്ക് നമ്മൾ കുറച്ച് കൊറിയറൊക്കെ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ ഗിഫ്റ്റിയാണ്. അപ്പം നമുക്കിനി അൺബോക്സ് ചെയ്യാം. അപ്പുറത്തെ വീട്ടിലെ അക്കവും കാര്യങ്ങളൊക്കെ കൊച്ചിയിലാണ് വന്നേക്കുന്നത്. കൊച്ചിയിൽ ഒരു ഫാമുണ്ട്, അവിടെ നിന്നാണ് വന്നേക്കുന്നത്. അപ്പം അൺബോക്സ് ചെയ്യാം. ഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഹാൻഡിൽ വെച്ച് കയറും. പൊട്ടിച്ച് തുറന്നിട്ടുണ്ട്. പേപ്പറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി പേപ്പറാണ് എടുത്ത് വെച്ചിട്ടുണ്ട്. കിടിലായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. നമ്മള് പൊട്ടിച്ചിട്ടൊക്കെ കഴിഞ്ഞ് കാണിക്കാം. കിടിലായിട്ടാണ് പാക്ക് ചെയ്തേക്കുന്നത്. അതിന്റെ കവറൊക്കെ വെച്ച് ടൈറ്റൊക്കെ ചെയ്ത് പാക്ക് ചെയ്തേക്കുന്നത്. ഒരെണ്ണം എടുത്ത് കാണിച്ചു കൊടുക്കാം. ഒരെണ്ണം പൊട്ടിച്ചാണ്ട് രണ്ടെണ്ണം ഉണ്ട്. സെപ്പറേറ്റ് ആക്കിയിട്ടാണ് നമ്മുടെ ആൽബിനോ കോയിയുടെ റെഡ് ഇയർ കോയാണ്. ആൽബിനോയുടെ റെഡ് ഇയർ കോയുടെ ഫീമെയിൽ സൈസ് ആണ്, അതുകൊണ്ടാണ് ഇയർ ഒന്നും വരാത്ത. അടിയിലായിരിക്കും. നമ്മളൊക്കെ എല്ലാം പൊട്ടിച്ചിട്ടൊക്കെ നല്ലതായിട്ട് കാണിച്ചു തരാം. എന്താണ് ഇത്? രണ്ട് ഫീമെയിൽ റെഡ് ഇയർ കോയുടെ ഫീമെയിലാണ്. മീലിനെയും കാര്യങ്ങളൊക്കെ എടുത്ത് അതിനകത്ത് വെള്ളവും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. ഇത് വെള്ളം ഒഴിച്ചാണ് വെച്ചേക്കുന്നത്. ഒത്തിരി ചൂടടിക്കാതിരിക്കാൻ വേണ്ടിട്ട്. ഇതാണ് മെയില് ജൂനിയർ സൈസ് ആണ്. ജൂനിയർ സൈസ് ആണ് നമ്മൾ എടുത്തത്. ഇയറൊക്കെ വലുതാകുമ്പോഴേ കയറി വരത്തുള്ളൂ. അതിന്റെ നല്ല ക്വാളിറ്റിയുള്ള കവറും കാര്യങ്ങളൊക്കെയാണ്. അടുത്ത നമ്മുടെ അടുത്ത ഗിഫ്റ്റ് കാണിച്ചു തരാം. അടുത്ത നമ്മുടെ ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. ഇത് കൊറിയർ ചെയ്ത് നല്ല രസമുണ്ട്. രണ്ടാമത്തെ നമ്മുടെ ജപ്പാൻ ബ്ലൂടെയില് മെയില് നല്ല രസമുള്ള വാലും കാര്യങ്ങളൊക്കെയാണ്. എയർ കുറച്ച് പോയിട്ടുണ്ട്. അതിന്റെ എയറും വെള്ളം ഇതിന് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മാറ്റണം. ഉണ്ടോ അതിന്റെ കളർ ഉണ്ടാക്കോ? നമ്മളെല്ലാം 2 പേർ വെച്ചാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ടാങ്കിലോട്ട് കൊണ്ടിടാം. ടാങ്കിലോട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് അതൊന്നുമില്ല, നോക്കൂ എല്ലാം തീർന്നു. നമ്മൾ ടാങ്കിലോട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് സെറ്റ് ചെയ്ത് കാണിക്കാം. വരെ നമ്മൾ ആൽബിനോ കൊയ്യെ ഇപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജപ്പാൻ ബ്ലൂടെയിൻ ഇട്ടിട്ടുണ്ട്. നമ്മളിനി ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് ഇനി അഴിച്ചു വിടുന്നതായിരിക്കും. ബ്ലൂടെയിൻ്റെ കവറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിനൊക്കെ ഇറക്കി വിടുവാണ്. ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിനൊക്കെ തുറന്നു വിടാം. നമ്മൾ ആദ്യമേ ജപ്പാൻ ബ്ലൂടെയിൻ ഇറക്കി വിടണം. പൊട്ടിച്ചിട്ട് ഇങ്ങോട്ടെല്ലാം വെക്കാം. നമുക്ക് പിന്നെ നമ്മൾ ഇനി ഇറക്കി വിടാൻ പോവാണ്. ആൽബിനോ റെഡ് ഇയർ കോയി എന്ന വെറൈറ്റിയാണ്. അതിന് എല്ലാ ജൂനിയർ സൈസാണ്. അതിനിപ്പോൾ ഇറക്കി വിടുകയാണ് എല്ലാത്തിനും. ആൽബിനോ റെഡ് ഇയർ കോയി ചെറിയ ജൂനിയർ സൈസാണ്. ചെറിയ ഇയറേ ഉള്ളൂ. ഇനി വലുതായിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ അപ്ഡേഷനും കാണിച്ചു തരാം. നമ്മൾ ഇറക്കി വിടുകയാണ്. ഫീമെയിലിനെ മെയിലിനൊക്കെ നമുക്ക് കാണിച്ചു തരാം. നമ്മുടെ ഫീമെയില് പിന്നെ എല്ലാത്തിനും നമ്മൾ ഇറക്കി അങ്ങ് വിടുകയാണ്. ബദാം ലീഫൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചേക്കുന്ന വെള്ളത്തിന് ബദാം ലീഫ് ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഒരെണ്ണം അതിനകത്ത് ഫീമെയിൽ ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഒരു ഫീമെയിൽ അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജപ്പാൻ ബ്ലൂടെയിൻ്റെ ഫീമെയിൽ. കയ്യിലായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. ദൂരെ വെച്ച് നോക്കിയ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ കാണും എൻ്റെ വാല്. അത് വീഡിയോ കട്ടായി പോടാ പെട്ടെന്ന്. മേലിനെ കാണിച്ചു തരാം. കൈ വെക്കുമ്പോഴാണ് കൂടുതൽ എൻ്റെ കളറ് കിടിലായിട്ട് കാണുന്നത്. ജപ്പാൻ ബ്ലൂടെയിലാണ്. നമുക്കിനി മൊത്തം അടിച്ചു വിടാം. എല്ലാ ജപ്പാൻ ബ്ലൂടെയിനും എല്ലാത്തിനും ഇപ്പം ഇറക്കി വിട്ടിട്ടുണ്ട്.
എന്താ അപ്പം അച്ഛന്മാരെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ നമ്മുടെ ഇപ്പോൾ കുറച്ച് ഫുൾ റെഡിൻ്റെ കുറച്ച് ജോഡി നമ്മുടെ ഇപ്പോൾ കൊടുക്കാൻ കിടപ്പുണ്ട്. വേണ്ടവർ നമ്മൾ വിളിച്ചാൽ മതി. അത് നമ്മുടെ നമ്പർ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബൈ.